കാലി സിലിണ്ടർ എടുത്തിട്ട് ഫുൾ സിലിണ്ടർ തന്നേക്ക്. ചേട്ടാ ഫുൾ സിലിണ്ടർ ഇന്നില്ല, അടുത്ത ആഴ്ച തരാം. എന്നാ കാലി സിലിണ്ടറും അടുത്ത ആഴ്ച കൊണ്ടുപോയാ മതി. ചേട്ടാ സിലിണ്ടറിനൊക്കെ ഷോർട്ടേജ് ആണ്, 4 സിലിണ്ടർ എനിക്ക് കൊണ്ടുപോയേ പറ്റത്തുള്ളൂ. പൊളിച്ചെടുത്തല്ലോ, എങ്ങോട്ടേക്ക് പോകുന്നത്? അവിടെ നിൽക്കേ മമ്മി, രക്ഷിക്കണേ. ആരെങ്കിലും എന്നെ വേഗം പിടിച്ചേ. നീ എന്താണ് പറയുന്നത് ബ്രോ? ഇങ്ങനെ സഞ്ചരിക്കുവാണെങ്കിൽ നമുക്ക് പെട്രോൾ ഇല്ലാതെ എവിടെയൊക്കെ പോവാൻ കഴിയും? പൊളിച്ചെടുത്തല്ലോ, വാചകൊന്ന് നിർത്തിയിട്ട് എന്നെ പിടിക്കാൻ നോക്ക്. വേഗം പിടിക്കേ, ഞാൻ ഇപ്പൊ രക്ഷിക്കണേ, ഇതെങ്ങനെയാ സംഭവിച്ചത് ഗസീട്ട്? എന്റെ വീട്ടിലത്തെ ഗ്യാസ് സിലിണ്ടർ തീർന്നിരിക്കുന്നു. ഇനിയിപ്പൊ ഞാൻ എങ്ങനെയാണ് ആഹാരം ഉണ്ടാക്ക? മമ്മി, ഞാൻ എന്താ ചെയ്യാ? നീ ഒന്നുകൊണ്ട് വിഷമിക്കട്ടെ ചങ്കേ, നീ എന്റെ കൂടെ വാ. ഗ്യാസ് ഇല്ലാതെ എങ്ങനെയാ ഭക്ഷണം ഉണ്ടാക്കാതെ ഞാൻ കാണിച്ചു തരാന്നേ. വാ. പൊളിച്ചെടുത്തല്ലോ. ഓയ് ഗസീട്ട, എന്റെ ചങ്കെ ഇത് കഴിക്ക്. നിനക്ക് വിശക്കുന്നുണ്ടെന്നല്ലേ നീ പറഞ്ഞത്? പൊളിച്ചെടുത്തല്ലോ. ഈ വേവാത്ത ഭക്ഷണം ഡോക്ടർ തന്നെ കഴിച്ചാ മതിട്ടാ. വലിയേട്ടാ, എന്തിനു വേണ്ടിയായി പാർട്ടി ആഘോഷമൊക്കെ? ഓയ് മോട്ടു, എന്റെ ചങ്കെ, ഞാനൊരു ക്യാപ്സൂൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കഴിച്ച പിന്നെ ഗസീറ്റയുടെ വായിന്ന് തീ വന്നോണ്ടിരിക്കും. അതെങ്ങനെയാണെന്ന് അറിയാമോ? ഇതാ ഈ ഡ്രാഗന്റെ വായിന്ന് വരുന്ന പോലെ. പൊളിച്ചെടുത്തല്ലോ. ആ ക്യാപ്സൂൾ എനിക്ക് വേഗം തന്നോളൂ. എനിക്ക് ചൂടുള്ള സമോസ കഴിക്കാൻ കൊതിയാവുന്നു. വലിയേട്ടാ, സമൂസ കഴിക്കാൻ എനിക്കും വലിയ ആഗ്രഹമുണ്ട്. ഇങ്ങോട്ട് തരൂ, ഒരു ക്യാപ്സ്യൂൾ എനിക്കും തരൂ. ചങ്കെ, ക്യാപ്സൂൾ ഒന്നേ ഉള്ളൂ. ഇതാ, ഇത് നീ കഴിച്ചോ. മോട്ടോ നിക്ക. എന്റെ മോട്ടോ എന്തിനാ എത്ര തിടുക്കപ്പെട്ട് കഴിച്ച? നിനക്കറിയാവുന്ന കാര്യല്ലേ ഡോക്ടർ ജഡ്കയുടെ മരുന്നിന്റെ ഫലങ്ങളെ കുറിച്ച്? എല്ലാവരും മാറി നിൽക്ക്. ഇപ്പൊ ഈ ഡ്രാഗൺ തീ തുപ്പാൻ പോവുകയാണ്. എന്റെ രോഗികളാണ് സത്യം. ഇനി തീ കത്തിക്കാൻ വിറകിന്റെ ആവശ്യമൊന്നും ഇല്ല, ഗ്യാസിന്റെ ആവശ്യമില്ല. ഒരു ക്യാപ്സൂൾ കഴിക്കുക, ഫ്രീ ആയിട്ട് ഭക്ഷണം ഉണ്ടാക്കുക. ഐ ആം ജീനിയസ്, ഐ ആം ജീനിയസ്. താങ്ക് യു വലിയേട്ടാ, താങ്ക് യു. പൊളിച്ചെടുത്തല്ലോ. നീ എന്ത് പണിയെ കാണിച്ചത് മോട്ടോ? സോറി പറഞ്ഞില്ലേ, സോറി സോറി സോറി. അവർക്ക് ബോധം വരുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് സ്ഥലം വിടാം. ഓടിക്കോ. ഇനി നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഞാൻ തീ തുപ്പും, ഭക്ഷണവും റെഡിയാവും. ചായക്കട ചേട്ടാ, പെട്ടെന്ന് കുറച്ച് സമൂസയും എടുത്തേ. വീണ്ടും വന്നു ഓസി പാർട്ടി. ഇന്ന് ഇവർക്ക് സമോസ കൊടുക്കില്ല. മൊട്ടു, ഇന്ന് ആ ഗ്യാസ് ഒക്കെ കഴിഞ്ഞു, അതുകൊണ്ട് സമോസ ഉണ്ടാക്കിയില്ല. സോറി, നിനക്ക് സമോസ തരണമെന്നുണ്ടായിരുന്നു. പക്ഷെ എന്തു ചെയ്യാം, നിനക്ക് ഈ പാകാവത്ത സമോസ എങ്ങനെ തരാനാ? ഇതെന്താ? ഞാനെന്താ സ്വപ്നം കാണുകയാണോ? എന്റെ ദൈവമേ, സ്വപ്നമല്ല, അത് സത്യാണ്. മോട്ടോനിപ്പോ ഡ്രാഗൺസിനെ പോലെ തീ ഊതാൻ കഴിയും. താങ്ക് യു വലിയേട്ടാ, താങ്ക് യു. എന്നെ കരിച്ചു കളഞ്ഞല്ലോടെ.
മോട്ടുവിന്റെ ജീവിതത്തിൽ എന്ത് തീയിട്ടോണ്ടിരിക്കുകയാണ്. ഇന്ന് അവന്റെ ജീവിതത്തിൽ ഞാൻ കാട്ടുതീ ഉണ്ടാക്കും. ജോണെ നീ മിണ്ടാതെ ഇവിടുന്ന് പോയിക്കോ, അല്ലെങ്കിൽ നിന്റെ ജീവിതമായിരിക്കും തീ പിടിക്കാൻ പോകുന്നത്. ഇനി എനിക്ക് ആരെയും പേടിയില്ല. അടിക്കടാ ഇവന്മാരെ, അടിക്ക്. ഓക്കെ മോട്ടു, ഓവർ ടു യു. യെസ്. എന്തുവാടേ? നിന്നെ കൊണ്ടൊക്കെ ഞാൻ തോറ്റല്ലോ. തീയിടാൻ വേണ്ടി വന്നിട്ട് എനിക്കാണല്ലോ തീ പിടിച്ചത്. മോട്ടൂരിട്ട് പണി കൊടുക്കാൻ വന്നിട്ട് എനിക്കിട്ട് പണി കിട്ടിയല്ലോ. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ. എടാ, കവിതയ്ക്കുണ്ടായവരെ കവിതയുടെ കാര്യം വിട്ട് ഓടിക്കോ. മോട്ടു, വേണ്ട. സോറി, ഐ എം സോറി. എനിക്കൊരു തെറ്റ് പറ്റി പോയതാ. മോട്ടു വേണ്ട. ഇനി ഇത് ആവർത്തിക്കില്ല. അച്ഛൻ പറഞ്ഞിരുന്നു വലിയ ബോക്സർ ആക്കാമെന്ന്. അമ്മാവൻ പറഞ്ഞു അതിലും വലിയ ബോക്സർ ആക്കാമെന്ന്. മോട്ടു വായ അടച്ചു വെച്ച ഒന്നും സംസാരിക്കാൻ നിക്കണ്ട. ഹലോ മോട്ടു പത്തലു, ഇന്നാ ഫ്രൂട്ട്സ് കഴിക്ക്. നന്ദിയുണ്ട്, എന്റെ പേരിലും പിന്നെ മോട്ടുവിന്റെ പേരിലും. ഏയ്, ഇവനെന്താ ഇങ്ങനെ മിണ്ടാതിരിഞ്ഞു നിൽക്കുന്നേ? ഒരു നന്ദി പോലും പറയുന്നില്ലല്ലോ. ഏയ്, ഇനി മേലോട്ട് വാ. സോറി സോറി ബോക്സർ ഏട്ടാ, സോറി. ഓ, എന്താടാ ഇത്? എന്റെ ദൈവമേ. ഓ, എന്താ പിടിച്ചോ? രക്ഷിക്കണേ. ഈ തീ ഭയങ്കര പ്രശ്നക്കാരൻ, അതിന് വേഗം ദൂരെ കള. വേഗം നിന്റെ വയറിനകത്തുള്ള തീയൊക്കെ അണയ്ക്കാൻ നോക്ക്. ഇന്നാ പിടിച്ചോ. ഇപ്പൊ മിണ്ടാതെ കിടന്നുറങ്ങ്. രാവിലെ നമുക്ക് ഡോക്ടർ ജഡ്കയുടെ അടുത്ത് പോവാം. മോട്ടു എണീക്ക, എണീക്ക വേഗം. ഫയർ മോട്ടു, മോട്ടു എണീക്ക വേഗം, വേഗം. ഫയർ മോട്ടു, ഫയർ, ഫയർ. എന്ത് പറ്റി പത്തലു? ഇതാ പറ്റിയേ. പുറത്തു പോയി കിടന്നുറങ്ങ്, അല്ലെങ്കിൽ മുഴുവൻ വീടും തീ പിടിക്കും. രാവിലെ വരെ വീടിനകത്തേക്ക് വരണ്ട. മോട്ടു, കുറച്ച് ആൾക്കാർ ഇതുവഴി ഓടി പോകുന്നുണ്ടായിരുന്നു. നീ അവരെ കണ്ടിരുന്നോ? അവര് ബാങ്ക് മോഷിച്ച് പോവായിരുന്നു. അവർ എന്ത് നിറത്തിലുള്ള വസ്ത്രമാണ് ഇട്ടിരുന്നത്? അവരുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയൂ. ആ, വേഗം പറയൂ, അല്ലെങ്കിൽ അവരിവിടുന്ന് രക്ഷപ്പെട്ട് കളയും. ആ, ചിങ്കം സാറേ, ഇന്ന് അവന്റെ വായ് ദയവ് ഇത് തുറപ്പിക്കരുത്. ഇന്നവൻ വാ തുറക്കില്ല. ഇതിലും വലിയ ആൾക്കാരെ വാ ഞാൻ തുറപ്പിച്ചിട്ടുണ്ട്. എന്നിട്ടാണോ ഇവൻ? ഞാൻ 3 പ്രാവശ്യം എണ്ണും. അതിനു മുമ്പ് നീ വായ തുറന്നിട്ടില്ലെങ്കിൽ നിനക്ക് ജയിലിനകത്ത് പോവാം. വേണ്ട സാറേ, വേണ്ട. ജയിൽ വേണ്ട. എന്റെ അമ്മോ, ഇതെന്താണ് എനിക്ക് സംഭവിച്ചത്? ഇത് സ്വപ്നമാണോ അതോ സത്യമാണോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഡോക്ടർ ജഡ്ക മോട്ടുവിനെ ഈ പ്രശ്നത്തിൽ നിന്നൊന്ന് രക്ഷിക്ക്. വീട് മുഴുവനും കത്തിപ്പോയി, ഒപ്പം ഞാനും കത്തി. ചിങ്കം, ജോൺ, ചായക്കട ചേട്ടൻ ആരും ഇനി ബാക്കിയില്ല. ഓ പത്ലു, എന്റെ ചങ്കേ, എന്റെ ബ്രോ, ഈ സംഭവം ഉണ്ടല്ലോ 2 ആഴ്ച കഴിയാതെ ശരിയാക്കാൻ പറ്റില്ലെന്നേ. എന്നാ പിന്നെ ഒരു 2 ആഴ്ചത്തേക്ക് നിങ്ങൾ എന്റെ കൂടെ വന്നേ പറ്റൂ. മോട്ടു നിക്ക്, അവിടെ നിക്ക്. 2 ആഴ്ച സമയമുണ്ടല്ലോ. നമുക്ക് ഇതുകൊണ്ട് കുറച്ച് കാശുണ്ടാക്കാൻ പറ്റും. പൈസയോ? എങ്ങനെ പൈസ? വരൂ വരൂ, നിങ്ങളുടെ വീട്ടിലുള്ള ഗ്യാസ് സേവ് ചെയ്യൂ. ഗ്യാസ് സേവ് ചെയ്ത് പൈസ സേവ് ചെയ്യൂ. ചുരുങ്ങിയ ചെലവിൽ ഭക്ഷണം ഉണ്ടാക്കൂ. വരൂ. നിങ്ങൾ വളരെ നല്ലൊരു സാമൂഹ്യ സേവനമാണ് ചെയ്യുന്നത്. താങ്ക് യു, താങ്ക് യു. അതെ, നിങ്ങളുടെ കൂട്ടുകാരൻ മോട്ടുവിനെ കാണാനില്ലല്ലോ. അയാൾ എവിടെ പോയി? മോട്ടു, നീ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ. നമുക്ക് കുറച്ച് നാളിങ്ങനെ കാശുണ്ടാക്കാന്നേ.
ജോൺ ബാങ്ക് കൊള്ളയടിച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നെ അവന്റെ പിന്നാലെ പോകണം. മോഷ്ടിച്ച കാശ് തിരിച്ചെടുക്കണം. ഓക്കെ സർ. ഏയ്, എന്തായി കാണിക്കുന്നത്? മോട്ടു, എന്റെ അമ്മോ, എന്തിനാ ഇവിടെ കിടന്ന് നീ വട്ടം കറങ്ങുന്ന? നിങ്ങൾ ആദ്യം ഇത് പറ, ഞാൻ എങ്ങോട്ടാ ഓടേണ്ടതെന്ന്. ജോൺ എങ്ങോട്ടാണ് പോയത്? അവൻ ആ കാട് വഴി രക്ഷപ്പെട്ട് കളഞ്ഞു. ഓക്കെ സർ. ഏയ്, ഈ ജോൺ ആയിരിക്കും ഡോൺ. ജോൺ ആയിരിക്കും ഡോൺ. ജോൺ തന്നെ ആയിരിക്കും ഡോൺ. ഇപ്പൊ ഞാൻ പണക്കാരനായി. എന്നെ തടയാൻ ആരുണ്ട്? ബോസ്, കവിത നന്നായിട്ടുണ്ട്. പക്ഷേ എന്നെ തടയാൻ ആരാന്ന് ചോദിക്കുമ്പോഴൊക്കെ മോട്ടും പത്തിനും വരുന്നുണ്ടല്ലോ. ബോസിനെ തടയാനായിട്ട് അതെന്താ അങ്ങനെ? ആ ജഗത്താന്റെ പേര് എന്നോട് മിണ്ടി പോവരുത്. ഒരു ചൊല്ലോട്ട്, ജഗത്താന്റെ പേര് പറഞ്ഞാലുണ്ടല്ലോ ജഗത്താൻ അപ്പ തന്നെ എത്തുവന്ന്. ജോൺ, ജോൺ മര്യാദയ്ക്ക് പൈസയൊക്കെ എന്റെ കയ്യിൽ തരൂ, അല്ലെങ്കിൽ ഞാൻ വെട്ടി വെട്ടി കഷ്ണമാക്കി നിന്നെ സാമ്പാർ വെക്കും. നിന്റെ കയ്യിൽ ഞാൻ ഒരിക്കലും പൈസ തരില്ല. എന്ത് വന്നാലും തരില്ല. നീ ഒറ്റക്കേ ഉള്ളൂ. ഞങ്ങളാണെങ്കിൽ 3 പേരുണ്ട്. ഓ, അപ്പൊ അങ്ങനെയാണോ? എങ്കിൽ ഞാൻ നിങ്ങളുടെ 3 പേരുടെയും പരിപ്പെടുക്കാം. ചെല്ല്. ഈ ബോട്ടൂന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലല്ലോ എന്റെ ദൈവമേ. ബോസ്, മോട്ടൂരിന് സമോസ തിന്നാലേ ശക്തി വരുള്ളൂ. എല്ലാ സമോസ ഉണ്ടാക്കുന്നവരെയും കിഡ്നാപ്പ് ചെയ്തോളൂ. പിന്നെ അവൻ എങ്ങനെ നമ്മളോട് ഫൈറ്റ് ചെയ്യും? ഇനി വേലാലിക്കരത്തെ വട്ടത്തിനെ പറയരുത്. എന്റെ കയ്യിൽ നല്ല അടിപൊളി ഐഡിയ ഉണ്ട്. ആ മോട്ടൂര് സമോസ കഴിക്കുമ്പോഴാണ് ശക്തി വരുന്നത്. അതുകൊണ്ട് എല്ലാ സമോസ കടക്കാരെയും കിഡ്നാപ്പ് ചെയ്തേക്ക്. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? അവസാനം കയ്യിൽ എത്തിപ്പെട്ടല്ലോ. എന്താ കാണിക്കുന്നേ? എവിടെ കൊണ്ടുപോവാ? അയ്യോ, ഇപ്പോഴാണ് ഞാൻ ചിങ്കം സാറിന് ബാങ്കിൽ നിന്ന് മോഷണം പോയ പൈസയൊക്കെ തിരിച്ചു കൊടുത്തിട്ട് വരുന്നത്. അല്ല, ചായക്കട ചേട്ടൻ എവിടെ? ഹലോ, എന്ത്, എവിടെ, എപ്പോ, എങ്ങനെ? ചിങ്കം സാറാണ് വിളിച്ചത്. നാട്ടിലെ സമൂസ ഉണ്ടാക്കുന്നവരെല്ലാം കാണാതായിരിക്കുന്നു. ജോണാണ് എല്ലാവരെയും കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ചായക്കട ചേട്ടനെ രക്ഷിച്ചേ പറ്റൂ. എനിക്ക് തോന്നുന്നത് പുള്ളിയും കിഡ്നാപ്പ് ചെയ്തുന്നാ. നോക്ക്, ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ഇന്നത്തെ കാലാവസ്ഥ വളരെ മോശമാണ്. ബോട്ടൂരെ കാണാൻ വന്നവർ അതിലും മോശമാണ്. ഹായ്. ചിക്കനെ. വന്നല്ലോ, വല്യേട്ടാ, രക്ഷിക്കണേ. എന്റെ കൂട്ടുകാരനെ നിങ്ങൾ വിട്ടില്ലെങ്കിൽ ഡോക്ടർ ജഡ്ക നിങ്ങളെ വെറുതെ വിടില്ല. എടാ സുമോ, ഡോക്ടർ ജഡ്കയെ വിട്ടേക്ക്, അല്ലെങ്കിൽ ഗസീട്ടാറാമിന് ദേഷ്യം വന്നാ നിന്നെ തീർത്ത് കളയും. പൊളിച്ചടത്തല്ലോ. എന്റെ 20 കൊല്ലം അനുഭവത്തിൽ എനിക്ക് ഇന്ന് വരെ ദേഷ്യം വന്നിട്ടേ ഇല്ല. അവൻ പറയുന്നത് കേക്കണ്ട. മോട്ടറിന് ഇപ്പൊ വെറുതെ വിട്ടില്ലെങ്കിൽ പത്തിലൂണ് ഒരുപാട് ദേഷ്യം വരും കേട്ടോ. പൊളിച്ചടത്തല്ല, പൊളിച്ചടത്തല്ല.
മോട്ടു നമ്മൾ ഇതുപോലെ എത്ര നേരം ഇടിമേടിച്ചോണ്ടിരിക്കും? വാ, നമുക്കെല്ലാം പോയി ഒരുമിച്ച് ചേർന്ന് അവനെ അടിക്കാം. വരൂ, ഒരുമയാണ് നമ്മുടെയൊക്കെ ബലം. മോട്ടു എന്തെങ്കിലും ഒന്ന് ചെയ്യേ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്കേ. ഐഡിയ! ഇൻസ്പെക്ടർ ചിങ്കത്തിന്റെ അടുത്തേക്ക് പോകാം. ചിങ്കം സാറേ, രക്ഷിക്കണേ. എന്റെ അമ്മോ, എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു. യുവമാരെന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു. എന്തിനാ എങ്ങനെ ഉപദ്രവിക്കുന്നത്? ഏതായാലും നന്നായി നിങ്ങളെല്ലാരും ഇപ്പൊ ഒരുമിച്ച് വന്നത്. ആ ജോൺ എല്ലാ സമോസക്കാരെയും എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നുള്ള വിവരം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. വരൂ, നമുക്ക് പോകാം. The name is ചിങ്കം. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. അകത്തേക്ക് വന്ന നിങ്ങൾ ഇനി പുറത്തേക്ക് എങ്ങനെ പോകും? എന്റെ സുമ കുസ്തിക്കാരന്റെ അടുത്തത് ഇടിമേടിച്ച് കൂട്ടിക്കോ. ഏയ്, താഴേക്ക് നോക്ക്. ആരെങ്കിലും എന്റെ കൂടി ഒന്ന് അടിക്ക്. എല്ലാവരും ശാന്തരാകൂ. Hands up! Hands up! ഞാൻ പറഞ്ഞില്ലേ hands up! Hands up. എന്താ പറ്റിയേ?
ഹാൻസം, ഞാൻ പറഞ്ഞില്ലേ ഹാൻസം, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. എടാ മോട്ടു, സമോസ. മോട്ടുവിനെ സമോസ കഴിക്കാൻ സമ്മതിക്കരുത്. നല്ല മണം. സമൂസ 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 സമൂസ. ഇനി വന്നോളൂ ഗുസ്തിക്കാരാ. ഇപ്പൊ കാണാലോ നീ എത്ര വലിയ ഗുസ്തിക്കാരനാണെന്ന്. നിന്റെ കൂടെ പറന്ന് നമ്മളിത് എവിടെ എത്തിരിക്കുന്നത്? ഇമ്പോസിബിൾ. ഇത് ഇങ്ങനൊന്നും സംഭവിക്കൂല. ഇത് ജപ്പാനാണ്. ഇന്ത്യയെ നേടി വാങ്ങിച്ചിട്ട് ജപ്പാനിലേക്ക് വന്ന് വീണിരിക്കുന്നു. ഇല്ല.